Hey gamers, it's me Atal here. You are watching Minecraft videos. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ അല്ലേ ഗൈസ് നമ്മൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കാണ് കാരണം നിങ്ങളെന്നും ലെറ്റ്സ് പ്ലേയിൽ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു യൂട്യൂബറുടെ വേൾഡ് ടൂർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ ഒരു യൂട്യൂബറുടെ അത്യാവശ്യം ഫേമസ് ആണ്, ഒരു 6K എബോ ഉണ്ട് ഗൈസ്. ഓക്കെ, സബിൾ ഞാൻ കുറച്ച് 2 ക്ലൂ തരാം. എൻ്റെ ഒപ്പം തട്ടുകറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ക്രീപ്പറിൻ്റെ മാമൻ്റെ മോനായിട്ട് വരും ഗൈസ്. ഓക്കെ, കുടുംബക്കാരനായിട്ട് വരും, നമ്മുടെ സ്വന്തം ബണ്ണി ടെക്കീസ് ഗൈസ്. ഓക്കെ, നമ്മൾ ബണ്ണി ടെക്കീസിൻ്റെ ആക്ഷൻ സ്റ്റഫ് ലെറ്റ്സ് പ്ലേ. അപ്പം നമുക്ക് നേരെ വേൾഡ് ടൂറിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹട്ട് പോലത്തെ സ്ഥലത്ത് നമ്മൾ സ്പോൺ ആക്കുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബണ്ണി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബണ്ണി ആൻഡ് താങ്ക് യു ഫോർ ദ യുവർ ലവ്, വെൽക്കം ബ്രോ വെൽക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാത്ത് കൂടെ നടന്നു പോകാം. അവിടെ ഒരു മോബ് ഫാം കാണാണ്ട് നമുക്ക് നോക്കാം കേസ്. ഞാൻ ഈ ബണ്ണി ടെക്കീസിൻ്റെ ആ വേൾഡ് ടൂർ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ, മറ്റൊന്നും കണ്ടില്ല. ഇവിടെ ചെറിയൊരു ബങ്കർ ഉണ്ട്, അപ്പോൾ ബങ്കറിൽ കൂടെ അവിടെ കണക്റ്റ് ആവുകയാണ് കേസ്. ഓക്കെ, അടിപൊളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പാത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ 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 അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മോബ് ഫാമാണ്. ഓക്കെ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള മോബ് ഫാം ആയിരുന്നു. അത്യാവശ്യം എഫിഷ്യൻ്റ് തോന്നുന്നു, കൃത്യമായിട്ട് ഞാൻ മോബ് ഫാം കുറവ് ഉപയോഗിക്കാറ്, യൂസ് ആക്കാറ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി ഉണ്ടല്ലോ, തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും നോക്കാം. ഓക്കെ ഗേസ്, കുറേ ബോക്കെ ഉണ്ട്, പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ട്, മറ്റേ ഡിസ്കൊക്കെ ഉണ്ട് ഗേസ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ മൊത്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിംസാണ് ഗേസ്. ഓക്കെ, ഈ ബ്രിഡ്ജ് മൊത്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിംസാണ് ബണ്ണി എഴുതിച്ചിരിക്കുന്നത്. അടിപൊളി ഉണ്ട് ഗേസ്, നല്ലൊരു തോട്ടാണ് ഗേസ്, നല്ലൊരു ഗുഡ് തോട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇങ്ങനത്തെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ പറ്റണെങ്കിൽ വാൾ ഓഫ് ലീവ്സ് ചെയ്യുള്ളൂ ഗേസ്, വാൾ ഓഫ് ലീവ്സ് നല്ല ഇഷ്ടമാണ്. നമ്മുടെ FTD ബ്രോ ചെയ്യണം, ഹാർഡ് കോറിൽ ചെയ്യണം, ആ വാൾ ഓഫ് ലീവ്സ് ഇല്ലേ, അതെന്താ ചിലപ്പോൾ ചെയ്യാൻ സാധ്യത ഉണ്ട് ഗേസ്. ഓക്കെ, ചെറിയ ലാഗ് ഉണ്ട്, കാരണം വൈബ്രേഷൻ മിഷൻസിലാണ്, അപ്പോൾ ആക്ഷൻ സ്റ്റഫാണ്. പക്ഷേ ആക്ഷൻ സ്റ്റഫ് ഞാൻ ഇതിൽ കാണാമല്ലേ ഗേസ്, ഞാൻ ഇതിൻ്റെ ഷെയ്ഡറാണ്, RG ഷെയ്ഡർ, അല്ലാതെ ആക്ഷൻ സ്റ്റഫ് അല്ല ഗേസ് ഇത്. ഓക്കെ, അത് അവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഫാമിംഗ് ആയിട്ട് വന്നു ഗേസ്. ഓക്കെ, ഇവിടെ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ട്, നല്ല സൂപ്പർ സ്മെൽറ്റർ പോകും, അത് ഗേസ് സൂപ്പർ സ്മെൽറ്ററാണ്. ഓക്കെ, അങ്ങനെ അടുത്ത് കാണാൻ പോകാം. കുറേ ഐറ്റംസ് ഉണ്ട് ഗേസ്, കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി വന്നത് ഗേസ്. ഓക്കെ, എനിക്ക് എല്ലാം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, പിന്നെ ചെറിയ ലാക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ്, 2 ബ്ലോക്ക് വെച്ചുള്ള ഗേസ്, ഞാൻ 1 ബ്ലോക്ക് വെച്ചിട്ടില്ല കണ്ടിട്ടുള്ളൂ, ഞാൻ അത് 2 ബ്ലോക്ക് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത് കാണാം. പിന്നെ അതൊരു സോട്ടർ ആവുന്നുണ്ട് ഗേസ്, സോട്ടർ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് അയൺ ഫാം, അത്യാവശ്യം എഫിഷ്യൻ്റ് അയൺ ഫാം തോന്നുന്നു. ഓക്കെ, ഗുഡ് അയൺ ഫാം ബണ്ണി ടെക്കീസിൻ്റെ ഓൺ ഡിസൈനാണ് ഗേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. ഇതാണ് ബസാൾട്ട് ജനറേറ്റർ ഗേസ്. ഓക്കെ, ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ബസാൾട്ട് അത്യാവശ്യം ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത് കാണാം. ഇതാണ് കെൽപ്പ് ഫാം, ബണ്ണി ടെക്കീസിൻ്റെ കെൽപ്പ് ഫാം. ഇതിൻ്റെ അടിയിലാണ് ബ്ലോക്കായി വന്ന് കേസ്. ഓക്കെ, മോൾക്ക് വരേണ്ട പക്ഷേ അടിയിക്ക് ബ്ലോക്ക് ക്രാഫ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ലവ ഫാം, നമുക്കൊരു അടിപൊളി ലവ ഫാം ഉണ്ടാക്കണം കേസ്. ഓക്കെ നമുക്ക് ഞാൻ അടുത്ത നോക്കാൻ പോകണം. ഓക്കെ, അടിപൊളി ലവ ഫാം, അങ്ങനെ പുസ്തകം വെച്ചിട്ടുള്ള ലവ ഫാമാണ്. പിന്നെ ഇവിടെ 2 കുതിരയുണ്ട്, ഒന്ന് നോർമലും ഒന്ന് സ്കെൽറ്റനും ഉണ്ട്. ഓക്കെ, രസമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് അവിടെ ഇതാണ് കേസ് മാസ്റ്റർ പീസ് ബിൽഡ് കേട്ടോ. വേറെ ഒന്നുണ്ട്, പക്ഷേ ഇതാണ് ഇപ്പം ഇവിടെ നല്ല രസമുള്ള ബിൽഡ് പറയുന്നത്. ഒരു ലഷ്കേവ് ടൈപ്പ് ബിൽഡ് കേസ്. ഞാൻ ഒന്ന് മുഷിഞ്ഞിട്ടുണ്ട്, അപ്പം ഒന്ന് കുളിച്ചിറങ്ങി കേസ്, കാരണം ഞാൻ ആകെ മുഷിഞ്ഞിട്ട് വന്നത്, കാരണം ഡ്രസ്സൊക്കെ ആകെ എന്താ പോലെ മണം കേസ് പണം. ഓക്കെ, നമുക്കൊന്ന് കുളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒരു ലഷ്കേവ് തീം കേസ്. ഓക്കെ, ചെറിയ ലാഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ FPS ചെറിയ ഡ്രോപ്പ് ആവുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ പൊട്ടന്മാർ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവന്മാരെ കൊന്നേക്കാം. പാർട്ടിക്കിൾസ് ഉണ്ട്, RG ഷെയ്ഡറിൻ്റെ ആണോ ഒന്ന് ഇതിൻ്റെ തോന്നുന്നു കേസ്. ഓക്കെ, ഇതിലത്തെ തോന്നുന്നു. ഓക്കെ, നമുക്കതൊന്ന് ഡൗൺലോഡ് ആക്കാം. ഓക്കെ, ഗുഡ്. നമുക്ക് അടുത്ത നോക്കിയിട്ട് പോവാം. ഇനി ഇവിടെ ഒന്നുമില്ല കേസ്, ഇനി നമ്മുടെ സ്റ്റാർട്ടർ ബേസും ബണ്ണി ടെക്കീസിൻ്റെ സ്റ്റാർട്ടർ ബേസും പിന്നെ മറ്റേ വേറെ ഇപ്പോഴത്തെ പെർമനൻറ്റ് ഹൗസും ഉണ്ട് കേസ്. ഓക്കെ, 2 ബേസ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ടാക്കിയൊരു ബേസും പിന്നെ ഇപ്പോൾ അടുത്തുണ്ടാക്കിയൊരു ബേസും. അങ്ങനത്തെ ഏകദേശം 30 എപ്പിസോഡ് വന്നിട്ടുണ്ട് കേസ്. ഓക്കെ, പിന്നെ ഇവിടെ പൂച്ചൻ്റെ ക്യൂട്ടി പൂച്ച ബ്ലാക്ക്, ഏകദേശം 30 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ സീരീസ് മുമ്പ് കണ്ടില്ല കേസ്, ഞാൻ ഇപ്പോഴാണ് ഈ വേൾഡ് ടൂർ ഇട്ടപ്പോഴാണ് കണ്ടത് കേസ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ടിക്സിൻ്റെ സ്റ്റാർട്ടർ ഹൗസ്. ഇവിടെ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്, ലുക്കിംഗ് രസമുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്റ്റോറേജ് പോലെയാണ് യൂസ് ചെയ്യണത്. ഇവിടെ കുറേ മണ്ടന്മാരുണ്ട്. മണ്ടന്മാരല്ല, ഇവർ അത്യാവശ്യം ഉപയോഗമുള്ള ആൾക്കാരെ കേസ്. ഓക്കെ, നമുക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ട്, സോറി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം. കേസ് നമുക്ക് ഇവിടുന്ന് എൻ്റർപ്രൈസ് എത്തിക്കാം കേസ്. കാരണം നമുക്ക് കുറച്ച് ആവശ്യം ചിലപ്പോൾ വരും. ഒക്കെ നമുക്ക് എടുത്ത് എറിഞ്ഞ് കളിക്കാം, ഒരു സുഖം. ഓക്കെ, നമുക്കിപ്പോൾ എൻ്റർപ്രൈസ് എത്തിക്കാം. എന്നിട്ട് നമുക്ക് നേരെ എൻ്റർപ്രൈസ് അവിടെ കയറിയാം. ആകുമ്പോൾ പിന്നെ പറക്കണ്ടല്ലോ വെറുതെ. പിന്നെ റോക്കറ്റ് ഞാൻ കുറച്ച് നേരത്തെ ഉപയോഗിച്ചിരുന്നു, നേരത്തെ ഒന്ന് വേൾഡ് ടൂർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ബണ്ടിക്സിൻ്റെ ഇത് കാണുമ്പോൾ കുറച്ച് കുറവ് കേസ്. ഓക്കെ, ഇതാണ് പിന്നെ പെർമനൻറ്റ് ഹൗസ്, ഇപ്പോഴത്തെ ലാസ്റ്റ് ഹൗസ്. ഇവിടെ ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, നല്ല ബാൽക്കണിയാണ്. അവിടെ ഒരു ബാൽക്കണി, നമുക്ക് സെറ്റ് ബാൽക്കണി. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിറങ്ങിയേക്കാം. പിന്നെ ഇനി മോൾക്കാണ്. ഇനി ഇവിടെ വേറൊരു സാധനം ഉണ്ട് കേസ്, നമ്മുടെ മണവാളൻ്റെ കാസിലുണ്ട് കേസ്. മണവാളൻ്റെ കാസിൽ സെറ്റ് പേരില്ലേ, മണവാളൻ്റെ കാസിൽ. ഓക്കെ, നമുക്ക് അതും പോയി കാണാം. ഇവിടെ സ്റ്റെയർ ഉണ്ടായിരുന്നു, പക്ഷേ വേൾഡ് ടൂർ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റെയർ ഉണ്ടായിരുന്നില്ല, അതൊന്നും അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബണ്ടിക്സ് വീണ്ടുണ്ടാക്കിയതിന് കേസ്. ഓക്കെ, നമുക്ക് വേഗം പോയി മണവാളൻ്റെ കാസിൽ കൊണ്ടുവരാം. രാത്രി ആകുമ്പോൾ നമുക്ക് വേഗം പോയി കണ്ടുവരാം. നമുക്ക് പറന്ന് കാണാം കേസ്. ഓക്കെ, ഗേസ് പറന്ന് കാണുമ്പോൾ ഈ ഷേർട്ടോട് പോയപ്പോൾ രസം കേസ്, നല്ല രസമാണ്. ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. ലുക്കിംഗ് ഗുഡ് ബ്രോ. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് ഈ കാസിൽ കാണാം. മണവാളൻ്റെ കാസിൽ നമുക്ക് കാണാം. മണവാള അവിടെ ഒരു ചെയറിലിരിക്കുന്നുണ്ട്. രണ്ടും, ഒരു മണവാളനും ഉണ്ട്, മണവാട്ടിയും ഉണ്ട്. പിന്നെ അത് 2 ബോഡി ഗാർഡ്സ് ഉണ്ട്, ഒരു രമേശും സുരേഷും. ഓക്കെ, ബോഡി ഗാർഡ്സ് ഉണ്ട്. നമുക്ക് ഇത് വേണം കേസ്. ഒരു എൻ്റർടൈസ്റ്റ് അവിടെ ഉണ്ടോ ഞാൻ കണ്ടില്ല. ഞാൻ വോയിസ് ഓവർ നമ്മളെ കാണുന്ന കേസൊക്കെ. അവിടെ എൻ്റർടൈസ്, നമുക്ക് എൻ്റർടൈസിൽ എന്തൊക്കെയാണെന്ന് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഞാൻ പിന്നെ നോക്കി വേണം. ഓക്കെ, നമുക്ക് ഉറങ്ങിയൊക്കെ രാത്രി ആവുകൊണ്ട് അത് മോംസിസ് പോണാക്കണ്ട. ക്രീപ്പർ ഒന്നും പഠിത്ത് വെച്ച് വേൾഡ് കൊള്ളൊക്കെ ഒരു ആഗ്രഹമില്ല കേസ്. ഓക്കെ, സോ നമുക്ക് ഇനി നമുക്ക് വേൾഡ് തിരിച്ച് ടൂർ ഇനി നമുക്ക് നെതർപോർട്ടിൽ കൂടെ പോകണം കേസ്. ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇനി നെതർപോർട്ടിൽ 2 സ്ഥലങ്ങളുണ്ട്. ഇതാ, പിന്നെ ഇവിടെ ചെറിയൊരു ഫൗണ്ടൈനും ഉണ്ട്, ലുക്കിംഗ് ഗുഡ് ഫൗണ്ടൈൻ കേസ്. ഓക്കെ, നമുക്ക് നെതർപോർട്ടിൽ കയറിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളുള്ളത്. അപ്പം നമുക്ക് നെതർപോർട്ടിലേക്ക് പോവാം. നെതർപോർട്ടിൽ ഇവിടെ തന്നെയാണ് പോകുന്നത്, ചെറിയ. ഓക്കെ, ഇതാണ് നെതർപോർട്ടിൽ വരുന്നത്. ഞാൻ ഒന്ന് കാണിച്ചാൽ, ഞാൻ കാണിച്ചില്ല. ഓക്കെ, നമുക്ക് കാണിക്കാം. ഇതാണ് നമ്മൾ ട്രീ ഷേപ്പ്ഡ് ഒരു ട്രീയുടെ ലുക്കിംഗ് ഉള്ളൊരു നെതർപോർട്ടിലാണ്. പിന്നെ ഈ നെതർപോർട്ടിൽ കളർ ഇതിൻ്റെ ഷെൽട്ടറിൻ്റെ കേസ്. ഓക്കെ, ആദ്യ ഷെയറുള്ള നെയിം ആയിട്ടില്ല, ആദ്യ ഷെയർ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറിജിനൽ പേജിൽ കയറാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഡിസ്കൗണ്ടിൽ ലിങ്ക്. ഇതിൽ കുറേ ഷെയ്ഡേഴ്സൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്ത ഷെയ്ഡേഴ്സൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നെതർ ഹബ്ബ് വരുന്നത്. വലുത് നെതർ ഹബ്ബ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കുറച്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ രക്ഷിക്കണേ. അയ്യോ ജസ്റ്റിസ് വെറുതെ പൊട്ടം കണ്ടേ ഞാൻ. ഒരു ആവശ്യമൊന്നുമില്ല, വെറുതെ. ബാക്കി ഞാൻ അവിടുന്ന് ലാൻഡ് ചെയ്യണം. എങ്ങനെയൊന്ന് ലാൻഡ് ചെയ്യണം, പ്ലീസ് ലാൻഡ് ചെയ്യണം. എങ്ങനെയും ലാൻഡ് ചെയ്യണം. ഓക്കെ, എനിക്ക് നെതറിൽ ഇങ്ങനെ പറന്ന് ശീലമില്ല ഗേസ്, ദാറ്റ്സ് ദ പ്രോബ്ലം. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത് കാണാം. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോണത് ഇന്ന് ബണ്ണീസ് ആൻഡ് ചർച്ചാണ്. ബണ്ണീസ് ആൻഡ് ചർച്ച് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു നല്ലൊരു ഹൊറർ സെമിത്തേരി ഒക്കെ ഉണ്ട് ഗേസ്. ഓക്കെ, ഹൊറർ സെമിത്തേരി ഫുൾ ഹൊറർ തീമാണ് ഗേസ്. ഓക്കെ, ഹൊറർ തീമാണെന്നൊക്കെ അറിയില്ല, എന്നാലും ഒരു അടിപൊളി സെമിത്തേരി ഉണ്ട്, കാലിഷ്ടപ്പെട്ടു. ഞാൻ അതിലത്തെ പേര് മാറ്റിൻ്റെ കേസ്. ഓക്കെ, അതിൽ ബണ്ണീദാസിന് എഴുതിനാന്ന്, പക്ഷേ ഞാൻ പേര് മാറ്റിൻ്റെ കാണിച്ചില്ല. ഇത് ലോഡാവാത്ത ടൈം എന്തെടുക്കണ വരാന്ത്. ഓക്കെ, ലോഡായി. ഓക്കെ, എന്താ പോഴത്? അയ്യോ മാറിപ്പോയി കേസ്. ഓക്കെ, ഇവിടെ പാത്തിൽ, അപ്പം നമുക്ക് പാത്തിൽ കൂടെ പോവാം. കമ്മോൺ, വേഗം വായോ. കമോൺ. ഹോസ് ഗായ്സ്, ഇതാണ് നമ്മുടെ ചർച്ച് വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രഭാഷണം നടത്താം. അപ്പോൾ ഈ പാട്ട് പാടാം, നമുക്കവിടെ പാട്ട് പാടാം. ഓക്കെ, പാട്ട് പാടാം കേസ്. ഓക്കെ, പാട്ട് പാടാം. ടിങ്കിൾ ബെൽസ് ടിങ്കിൾ ഓൺ ദ ബേ ജിങ്കിൾ ഓൺ ദ ബേ. മതി. ഇനി നമുക്ക് മറ്റേ യേശു ക്രിസ്തു വന്നിട്ട് തല്ലിക്കൊല്ലും. ശരിക്കും ഞാൻ സെമിത്തേരിയിലാക്കും കഴിച്ചു യേശു ക്രിസ്തു വന്നിട്ട്. ഓക്കെ, വെറുതെ വേണ്ടത്തോടെ നിൽക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി വേഗം സെമിത്തേരി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ട് എന്ത് ബാക്കപ്പ് ആക്കിയേക്കാം, അത് ബാക്കപ്പ് അല്ല വിട്ടേക്കാം, തീർച്ചയാക്കാം കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചവക്കല്ലറ. ഇവിടെ ബണ്ണിദാസിനായിരുന്നു, പിന്നെ പേരാക്കി തൊപ്പി രാക്ഷസനാക്കാൻ ചോദിച്ചാൽ ഞാൻ തൊപ്പി ദൈവം ആക്കിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ കിടക്കാൻ പോയി. ഓക്കെ, ഇന്നപ്പം മിക്കവാറും മറ്റേ യേശു ക്രിസ്തു വന്നിട്ട് കൊല്ലും. അപ്പോൾ ഞാൻ അവിടെ കിടക്കാൻ പോകുന്നത്, ഞാൻ തന്നെ കിടക്കാൻ വരുമ്പോൾ ഞാൻ ചർച്ച് കയറി ഞാൻ ടിങ്കിൾ ബേസ് പാടി. അപ്പോൾ എന്നെ ഉറപ്പായിട്ടും പോലീസ് പിടിച്ചിട്ടുണ്ടോ? പോലീസ് അല്ലയോ, യേശു ക്രിസ്തു പിടിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഇനി ബാക്കി കാണാം. വെറുതെ ചളി അടിച്ച് നിന്നാൽ ശരി റെഡി ആവില്ല കേസ്. ഓക്കെ,
അപ്പോൾ നമുക്ക് നേരെ നമുക്ക് കസ്റ്റം വില്ലേജ് ഉണ്ട് ഗായ്സ്. നമുക്ക് കസ്റ്റം വില്ലേജ് പോയി നോക്കാം. നിങ്ങളെങ്ങോട്ട് പോണേ കസ്റ്റം വില്ലേജിലേക്ക്, ഓക്കെ നമുക്ക് കസ്റ്റം വില്ലേജ് പോകാം. ഞാൻ ഡോറ തീമാണ്, സോറി ഡോറ തീമ അവരുടെ കേസ്. ഓക്കെ ഡോറ ചെറിയ കുട്ടികൾക്കുള്ള. ഓക്കെ നമുക്ക് ബാക്കി ഇത് ലോഡാകാൻ കുറച്ച് ടൈം എടുക്കുക. ഓക്കെ ഇപ്പോൾ പെട്ടെന്ന് ലോഡായി, അല്ലെങ്കിൽ പെട്ടെന്ന് ലോഡാവാറില്ല. ഓക്കെ ഇനി പറക്കണോ ഒക്കെ പേടി. എന്തായാലും പറഞ്ഞേക്കാം. ഓൺലി ഷോ ഓഫ്. ഞാൻ എന്താ പ്രോ അലേസ്, ഞാൻ പറക്കണിൽ എത്ര സ്പെഷ്യലിസ്റ്റായി പോയി. ഓക്കെ നമുക്ക് അടുത്ത് പറഞ്ഞേക്കാം. ഇടിച്ചു പോയിട്ട് ഭിത്തി കൊണ്ട് ഇടിച്ചു പോയി. ഓക്കെ നമുക്ക് അടുത്ത് പറഞ്ഞേക്കാം. ഓക്കെ ഞാൻ ഏതോ ലാൻഡിങ് അല്ലേ കേസ്. ഓക്കെ ഈ ലാൻഡിങ്ങിന് ഞാനൊരു ലൈക്ക് അർഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോയി ലൈക്ക് അടിക്കുക. ഓക്കെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐലൻഡിലേക്ക് പോയേക്കാം. എന്നിട്ട് നമുക്ക് അടുത്തുള്ള സാധനം കാണാം. ഓക്കെ കമോൺ. നമ്മളിനി കാണാൻ പോകുന്നു ബണ്ണി ടെക്കീസിൻ്റെ കസ്റ്റം വില്ലേജ്. ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ട്രീ ഷേപ്പ്ഡ് ബണ്ണി ട്രീ ആണ് കേസ്. പിന്നെ അതവിടെ വലിയൊരു മില്ലുണ്ട്. ചക്രം കറങ്ങണില്ല കേസ്. എന്ത് ബണ്ണി ടെക്കീസ് നമ്മൾ പറ്റിച്ചു, കറങ്ങണില്ല. ഇത് പറ്റിച്ചു. ഇവിടെ കുറച്ച് ഹെയ്ബൽസൊക്കെ ഡിസൈൻ ചെയ്തിട്ട്, പിന്നെ ഉള്ളിലൊന്നുമില്ല. മോശമായി പോയിട്ടോ ബണ്ണി ടെക്കീസ് ഉള്ളിലൊന്നുമില്ല. എന്തോ വില്ലേജിനെ കുറേ കൊന്നു അത്ര സോംബികൾ, മൃഗീയമായി തല്ലി കൊന്നു. അവിടെ ഷോപ്പുണ്ട്, ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഇവിടെ ഒരു വലിയൊരു വാച്ച് ടവർ ഉണ്ട്. ഞാൻ സ്പീഡിൽ കളിക്കുന്നത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനറിയില്ല, അവനാണ്. ഓക്കെ പിന്നെ ഇവിടെ ഒരു മോഡിഫൈഡ് ബ്ലാക്ക് സ്മിത്ത് ഹൗസ് ഉണ്ട്. സ്വന്തം നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ ആണല്ലേ, ഫുൾ കോപ്പറൊക്കെ വൈബ്. പിന്നെ ഇതൊരു അബാൻഡഡ് വില്ലേജാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ അവിടേക്ക് എത്രയൊക്കെ ഒരു വലിയൊരു ബീം കൊണ്ടുവന്നോ, അത് കാണിച്ച 2-3 ഹൗസും കാണാം നമുക്ക്. പിന്നെ ഇതിലൊന്നും ഉണ്ടോ? ഇല്ല ഇതിലൊന്നുമില്ല. ഓക്കെ ഇവിടെ വലിയൊരു ഫാം ഉണ്ട്. ഇതാണ് ബണ്ണി ടെക്കീസിൻ്റെ സ്പെഷ്യൽ റൂഫാണ്, എയർ റൂഫ്. ഓക്കെ എയർ റൂഫ്. ഓക്കെ ഇതാണ് നമ്മുടെ വന്ന വാച്ച് ടവർ. വേറൊരു വീട്, കുറേ വീട്, ഫുള്ള് വീട്. അയ്യോ ഓക്കെ ഇവിടെ കുറച്ച് അധികം വീടുണ്ട്. പല ഡിസൈനുള്ള വെറൈറ്റി ഡിസൈൻ. ഇവിടെ ഒരു കിണറുണ്ട്. ഞാൻ ആ ഒരു കിണറിൻ്റെ കഥ പറഞ്ഞു കേസ്. ആ കിണറിലൊരു ചേച്ചീനെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രേതം അവിടെ കറങ്ങുന്നുണ്ട് കേസ്. ഓക്കെ അത് ബണ്ണി ടെക്കീസ് പറഞ്ഞില്ല, ഞങ്ങൾക്കറിയാം. ഓക്കെ ഇതാണ് കേസ്. അപ്പോൾ നമ്മുടെ ഏലിയൻസ് വന്നിറങ്ങിയ സ്ഥലം. അതാണ് ഒരു അബോണ്ടഡ് വില്ലേജായി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കിണർ വീണ് ഉണ്ടല്ലോ, കിണർ വീണ് ചത്ത ആ ചേച്ചിയുടെ പ്രേതവനുണ്ട്. അതാണ് ഇതൊരു അബോണ്ടഡ് വില്ലേജ് ആയത്. നമുക്ക് ഒരു ലെജൻഡറി സാധനം കാണാണ്ട്, ആ ലെജൻഡറി സാധനം നമുക്ക് പോയി കണ്ടിട്ട് വരിക. ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ബണ്ണി ടെക്കീസ് ഉണ്ടാക്കി. ഇതിൽ ഏറ്റവും ഈ റെഡ് പ്ലാനറ്റിൻ്റെ അല്ല ഈ വേൾഡിൽ തന്നെ ഏറ്റവും അടിപൊളി സാധനം പറഞ്ഞാൽ അതാണ് കേസ്. ഓക്കെ അപ്പോൾ നമുക്ക് കാണാം. ഇതിൻ്റെ റീലൊക്കെ ഇറങ്ങിയിരുന്നു. ബണ്ണി ടെക്കീസിന് അത്യാവശ്യം വ്യൂ കിട്ടിയൊരു റീലായിരുന്നു കേസ്. ഓക്കെ അപ്പം നമുക്ക് വേഗം പോയി അത് കാണാം ഗായ്സ്. കമോൺ. ഓക്കെ ഇത് കുറച്ച് ഉള്ളിക്കാണ് കേസ്. ഓക്കെ ഒരു കേവിലെന്തോന്ന് ഉണ്ടാക്കിയാണ്. ഞാൻ വന്ന് കണ്ടതാണ് കേസ്. ഓക്കെ അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് കാണാം. കാണില്ല ഞാൻ ഒന്നും കാണിച്ചില്ല. ഓക്കെ അത് കൃത്യം കണ്ടില്ലല്ലോ, ഞാൻ ഒന്നും കാണാം. ഓക്കെ കാണാൻ പോണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ് ഇത് കണ്ട ഒരു കാര്യം പറയാനുള്ളൂ, ടെക്നോബ്ലേഡ് നെവർ ഡൈസ് ഗൈസ്. ഓക്കെ എല്ലാവരുടെയും മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ടെക്നോബ്ലേഡ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ ഗൈസ്. ഓക്കെ നമുക്കപ്പോൾ ബാക്കി കാണാം. ഇതാണ് ഇപ്പോൾ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്ചു വേണേ നമ്മുടെ ബണ്ണി ടെക്കീസ് ഉണ്ടാക്കിയ. സോ ഇപ്പോൾ നമ്മുടെ സ്റ്റാച്ചു വരുന്നത് നമ്മുടെ ബണ്ണി ടെക്കീസ് ഉണ്ടാക്കിയ. ഓക്കെ ഞാൻ വീണ്ടും പറയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നമുക്ക് പറന്ന് പോകാൻ ചെറിയ കട്ടായിട്ടാണ് റെക്കോർഡിങ്. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പറന്ന് മുകളിൽ കയറാൻ നോക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് മുകളിൽ ഔട്ട്റോ എടുക്കാം. ഇവിടെ എത്ര ഉള്ളു കേസ്. ഇപ്പോൾ ഫുൾ കഴിഞ്ഞു, നമ്മൾ ഒരു ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ആക്കി. ഓക്കെ എത്ര ഉള്ളപ്പോൾ ബണ്ണി ടെക്കീസിൻ്റെ ഇത് പറഞ്ഞു. ഓക്കെ ലാൻഡ് ഭാഗ്യം. ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രയാണ് അപ്പോൾ ബണ്ണി ടെക്കീസിൻ്റെ. ഇതാണ് ഇപ്പോൾ ബണ്ണി ടെക്കീസിൻ്റെ ലാസ്റ്റ് നമ്മുടെ കാണാനുള്ള ഒരു ഐറ്റം പറയുന്നത്. ലാസ്റ്റായിട്ട് കാണാനുള്ള ഒരു ബിൽഡ് പറഞ്ഞു. ഓക്കെ ലിസ്റ്റ് ഇവിടെ ഇതാണ് നമ്മൾ ഫുള്ള് ബണ്ണി ടെക്കീസിൻ്റെ വേൾഡ് ഇതാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് മീ അത്തൽ ഹാഡ് സൈനിങ് ഔട്ട് ഗൈസ്. സ്റ്റാർട്ട് ബൈ.